അത് ശരി. അയ്യോ, അപ്പൊ ആരൂടത്തിൽ കണ്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കണു. ഓ എന്റെ പൊന്ന് സ്വാമി, രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, സത്യം പറയുക. അപ്പോ ഞാൻ എല്ലാം മനസ്സിലാക്കിയിരിക്കണു. മേനോനെ, എന്താണ് മേനോനെ, 2 കസേര എടുത്ത് പുറത്തിടുക, എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. അല്ല, കസേര എടുത്ത് പുറത്തെടുത്ത് എന്തിനാ? കസേര ഇവിടെ അല്ലേ ഇരിക്കുന്നത്? ചേച്ചി ഇവിടെ അല്ലേ? അതെ. അല്ല, ഞാനൊരു ആവേശത്തിൽ നിന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. ഇവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കാം, എല്ലാരും ഇരിക്കുക. ഇല്ല, ഞാൻ എന്റെ കൊച്ചമ്മേരെ മുമ്പ് നിക്കേ ഉള്ളൂ. എന്നപ്പോഴും നിങ്ങൾ നിക്കുക, ബാക്കിയുള്ളവർ ഇരിക്കുക. എവിടെ കാണൊക്കെ ഇരിക്കുക. അതെ, പരാക്രമം കണ്ടിരിക്കണു. സുഹാസിനി അമ്മയുടെ അമ്മായി അമ്മയുടെ അതേ സ്വഭാവവും അതേ പെരുമാറ്റവും അതേ ചേഷ്ടകളാണോ കുട്ടിക്കുണ്ടായത്? സത്യം പറഞ്ഞാല് ഒന്നും കൂടെ ജനം ചെയ്തേറ്റ് വന്ന പോലെ അവിടെ ചിലപ്പോഴത്തെ രീതികൾ കണ്ടാൽ. അമ്മ, നമുക്ക് വല്ല സൈക്യാട്രിസ്റ്റിനെയും കാണിക്കാം. എന്റെ പൊന്നു കൊച്ച, ഒരു കാര്യമില്ല. ഈ വയറുവേദനയ്ക്കും തലവേദനയ്ക്കും ഉള്ള മരുന്നൊക്കെ വെളിയിൽ നിന്ന് കിട്ടും. അതെ, പക്ഷേ ഈ ബാധ ഒഴിപ്പിക്കുന്ന സംഭവം ഉണ്ടല്ല, അത് വൈദ്യശാസ്ത്രത്തിൽ പോലും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്റെ അമ്മയുടെ പിള്ളാണ്, മക്കളാണ് എന്നെ. അയ്യോ, അപ്പം വെറുതെ വിളിച്ചത്. അതിന് വൈദ്യശാസ്ത്രമല്ല, ഇത് ജ്യോതിശാസ്ത്രജ്ഞനല്ലേ വന്നിരിക്കുന്നത്. പനങ്ങാട് സ്വാമി തന്നെ ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിച്ച് തരണം. അതെ, ഈ സ്വഭാവ മാറ്റത്തിന് ശേഷം കുട്ടി രാവിലെ വളരെ നോർമലായിട്ട് വല്ലതും പെരുമാറിയോ? പെരുമാറ്റത്തിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്കിപ്പോഴും ചെറിയ പേടിയുണ്ട്. ഞങ്ങൾക്ക് ശരി. ഈ അമ്മായിയമ്മ പാടൂ? പാടത്തില്ല. പാട്ട് പഠിപ്പിക്കും. ആളില്ല, പാടത്തില്ലായിരുന്നു പറഞ്ഞതാ. നൃത്തം? അയ്യോ ഇല്ല, അങ്ങനത്തെ നൃത്തമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ശിവാജി ഗണേശന്റെ കടുത്ത ആരാധികയായിരുന്നു. അയ്യോ, കുട്ടിയുടെ ദേഹത്തേറെ ബാധയെ ഘട്ടം ഘട്ടമായി പുറത്തേക്ക് കൊണ്ടുവരാം. അതുവരെ നിങ്ങൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്ത് പറയുന്നു എല്ലാവരും? സുഹാസിനി ചേച്ചിയുടെ അമ്മായിയമ്മയുടെ കാര്യമല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാവരും തന്നെ അനുസരിക്കുന്നു എന്നുള്ള ബോധം ഈ ബാധയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബാധ ഈ കലശകൂടത്തിലേക്ക് താനേ വന്നു ചേരും. ഓ, കേറി കഴിഞ്ഞാൽ ഉടനെ തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് കിട്ടണം, അല്ലെങ്കിൽ മന്ത്രച്ചാടിട്ട് കെട്ടണം, ഇല്ലെങ്കിൽ ചാടിപ്പോകും കൊച്ചമ്മ. അതുകൊണ്ടാണ്. അതെ അതെ, എന്നിട്ട് കടലിലോ കായലിലോ എവിടാന്ന് വെച്ച കൊണ്ട് കളഞ്ഞേക്കണം. അതെ അതെ. അയ്യോ, എന്റെ പൊന്നുമോനെ, കളയണം എന്ന് പറയരുത്, കടലിൽ കൊണ്ട് നിമഞ്ജനം ചെയ്യണം എന്ന് പറയണം. മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ. നിമഞ്ജകം. എന്റെ പൊന്ന് സ്വാമി, എല്ലാം കൊള്ളാം, പക്ഷെ പൂച്ചയുടെ സ്വഭാവമായിരുന്നു. എവിടെ കൊണ്ട് കളഞ്ഞാലും കറങ്ങി തിരിഞ്ഞത് ഇവിടെ തന്നെ വരും. എന്ത് ചെയ്യും? ഒട്ടും പേടിക്കണ്ട. തൽക്കാലം അമ്മായിയമ്മയെ ഒന്ന് അനുസരിക്കുക, അതേ ഉള്ളു മാർഗം. അമ്മായിയമ്മയായി പോയില്ലേ സ്വാമി, അനുസരിക്കന്നെ. ഓ ശുക്ലാമൃതം വിഷ്ണു ശശിപണ്ഡം ചതുർഭുജം പ്രസന്നവദനദായി സർവ്വവിഘ്നോപ ശാന്തേ. ഗുരുവായൂരപ്പ, എന്തൊക്കെയാണോ എന്തോ. യെസ്. സെക്കൻഡ്. Cheers. മനു, ഈ മരിച്ചു പോയിട്ടുള്ള ആത്മാക്കളൊക്കെ ഈ പ്രേതവും ഭൂതമായിട്ട് നമുക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്നു പറയുന്നത് ഉള്ളതാണോടാ? എടാ, നമ്മളൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നില്ലേ, അതുപോലെ പ്രേതവും ആത്മാക്കൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. ഞാൻ അടിക്കുന്നതിന് വിട്ട് 2 തുള്ളി പുറത്തു കളഞ്ഞുണ്ടോ, അത് അവർ കൊടുത്തില്ലെങ്കിലോ രാഗം കിക്ക് കിട്ടൂല. ഇതുപോലത്തെ കാര്യങ്ങളിലൊന്നും എനിക്ക് അങ്ങനെ അത്ര വിശ്വാസം ഇല്ലാത്തതായിരുന്നു. എടാ, വിശ്വസിക്കണം, ഈ പ്രേതം ആത്മാവ് ഗന്ധർവനൊക്കെ ഉള്ള സംഭവമാണ്. നീ കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ചുമ്മാ കള്ളം. എടാ, ഞാൻ എന്തിനാണ് നിന്റെ അടുത്ത് കള്ളം പറയുന്നത്? എന്നിട്ട് നീ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ ആന്റിയുടെ അമ്മായിമ്മയുടെ മറ്റേ ചിതാവസ്ഥ ഉണ്ടല്ലേ, ആ കേസുമായിട്ട് നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഈ മാറ്റർ നിന്റെ അടുത്തോട്ട് വന്നത്.
ശരിക്കും ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയല്ലേ? ഉള്ളതാണ്ടാ. പാലപ്പൊന്നു വേണം. പോയടാ അവിടെ. ഇത് പായലിന്റെ പണം അങ്ങോട്ട് തടിക്കുന്നത്. അല്ലല്ല, ശരിക്കും പാലപ്പൊന്നു വേണം. അത് തന്നെ. ഐറ്റം ഉണ്ട് ഇവിടെ. ഐറ്റം ആര്? യക്ഷി. പോടാ അവിടെ. പേടിയുണ്ടോ അവന്? പോടാ, എനിക്ക് പേടിയാ. പേടിയില്ലെങ്കിൽ ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം നിന്റെ അടുത്ത് പറഞ്ഞുതരാം. ഞാൻ 3-4 വർഷം മുമ്പ് ഒരു തയ്യൽക്കട കമ്പനിയിൽ ജോലിക്കുന്നായിരുന്നു നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ, അപ്പൊ അവിടെ ഞാൻ വീട് റെന്റ് നോക്കിയായിരുന്നു. അത്യാവശ്യം വില കുറഞ്ഞ റെന്റിൽ എനിക്ക് വീട് കിട്ടി. സംഭവം എന്ന് പറഞ്ഞാൽ ചുടുകാടിന്റെ ഓപ്പോസിറ്റ്. ചുടുകാടിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ റെന്റ് കുറവായിരുന്നു. ഞാൻ അവിടെ ചെന്നു, താമസമാക്കി. ഒരു രാത്രി ചെന്ന ദിവസം രാത്രി ഒരു 10-10:30 ഫുഡ് കഴിച്ച് കയറി കടന്നു. നൈസായിട്ട് ഉറങ്ങി. ഒരു 11 മണി 12 മണിയാപ്പോഴേ ജനലില് ഒരു 4 അടി. ആര്? ഞാൻ പറയട്ടെ. അപ്പം സൗണ്ട് കേട്ട് ഞാൻ കട്ടിലിൽ നിന്ന് എണ്ണിച്ചിരുന്നു. എണ്ണിച്ചിട്ട് ജനല് പതുക്കെ തുറന്നു. ഉണ്ടല്ലോ, ഈ ഒരു സൗണ്ട് കേട്ട് ജനല് തുറന്ന് ഞാൻ കാണുന്ന മൊത്തം ചുടുകാട് കാണുക. ഓപ്പോസിറ്റ് ചുടുകാട്. എടാ, കുറെ പുക ഇങ്ങനെ പൊങ്ങി വരുന്നു. പല തരം സൗണ്ടുകൾ. എനിക്ക് ആദ്യം പേടി വന്നില്ല. എന്നാലും ഞാൻ കുറച്ചു നേരം അനങ്ങാതിരുന്നു ഇങ്ങനെ നോക്കിയ സമയത്തടാ ഒരു 8-8.5 അടി ഒക്കെ ഉള്ളൊരു കറുത്ത രൂപം. അത് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ നാക്കൊക്കെ ഇങ്ങനെ താഴോട്ട് നീട്ടി, ശരീരം ഇങ്ങനെ കൂനി വയറിനോട് ചേർന്ന് നിൽക്കുന്നു. കണ്ണുണ്ടല്ലോ, കണ്ണ് പച്ച കളർ. ആരാന്നറിയാം? ആരാ? ചുടലമാടൻ. ചുടലമാടനോ? ആ, അതൊക്കെ ആരാ? പ്രേതം. ആ, ശരിക്കും. ഒന്ന് പോയാ അവിടെ. നീ ചുമ്മാ ആളെ ടെൻഷൻ ആക്കാൻ വേണ്ടിട്ട്. ഞാൻ ഒന്നാമത് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ 2 അടിക്കാൻ വന്നത്. അപ്പോഴാണ് വെറുതെ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വരും. പേടി മാറും. അടിച്ചോ? നമ്മുടെ താരം ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് ഫീൽ ചെയ്യുന്നു നമ്മുടെ താരം ഉണ്ട്. ഇല്ല, ഉണ്ട്. നമ്മുടെ അടുത്ത് ആരോ ഉണ്ട്. നമ്മൾ എണ്ണീക്കുന്ന അയാൾക്കറിയാം, ഇരിക്കുന്ന അയാൾക്കറിയാം. പ്രേതമുണ്ട്. കേട്ടോ, ചിരിക്കുന്ന കേട്ടോ. ആരും ചിരിക്കുന്ന കേട്ടോ. കേട്ടോ ചിരിക്കുന്ന കേട്ടോ. വേണ്ട. അമ്മേ, ബൂസ്റ്റ് ഒക്കെ ഇപ്പൊ ഒരാഴ്ച കൊണ്ടാ തീരുന്നത്. ഓ, നിനക്കറിയത്തില്ല നിന്റെ അച്ഛനിന്റെ ബൂസ്റ്റ് ഒക്കെ ഇട്ടാ പാല് കുടിക്കുന്നതെന്ന്? ഓ, എന്ന് മുതല്? എടി, ഇവിടെ വരുമ്പോഴല്ലേടി ഞാൻ ഇതൊക്കെ കൊടുക്കുന്ന. അങ്ങനെ കുടിക്കട്ടെന്ന്. പിങ്കി മോൾക്കും കൂടെ കുറച്ച് വെച്ചാ മതി. അയ്യോ, ഇത് ഒരുപാടുണ്ടല്ലോ ഈ പാത്രം. ആ, ഇന്ന് പ്രശോഭേട്ടന്റെ അമ്മയുടെ കുറെ ബന്ധുക്കൾ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെയാ. നീ അവളെ കൂടെ വിളിക്കുക പാത്രം കഴുകാന്. ഇപ്പൊ അടുക്കളയുടെ പരിസരത്ത് പോലും വരുന്നില്ലല്ലോ. എന്റെ മോടെ ഒരു വിധി. ഇതെല്ലാം ഇതും എന്റെ കൊച്ചിന്റെ തലേ വന്ന് വീണല്ലോ. ആ ഡിഗ്രി എങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വേറെ പുറത്തെവിടെയെങ്കിലും ജോലിക്ക് പോവായിരുന്നു. അതിനിപ്പോ 6 വർഷം വേണ്ടേ? 6 വർഷം? അതെന്താ? എടി, തോറ്റുപോയ 10ാം ക്ലാസ് എഴുതി എടുക്കണോ? അതിനൊരു കൊല്ലം. +2 2 കൊല്ലം, ഡിഗ്രി 3 കൊല്ലം, മൊത്തം 6 കൊല്ലം. സ്വന്തം മോളെ തന്നെ ട്രോളിക്കൊണ്ട് ഡയലോഗ് പറഞ്ഞോ? അല്ലേ തന്നെ എനിക്കിവിടെ പട്ടിയുടെ സ്ഥാനമാ. അയ്യോ, താമരപ്പൂ പോലെന്ന കയ്യാ. ഇപ്പൊ പ്ലാവല പോണ. നീ ഇനി പാത്രം കഴിയണ്ട. അമ്മ വന്ന് കഴുകൂ. എടി, അവളെ ഇങ്ങോട്ട് വിളിക്കടി. നീയാ ഒരു കാര്യം ചെയ്യും. നീ ആ തേങ്ങ ചെറുക്കുന്ന സാധനം എടുത്തിട്ട് കൈ മുറിഞ്ഞെന്ന് പറ. മനസാക്ഷി ഉള്ളവടിയാ എത്രയൊക്കെ പറഞ്ഞാലും. അവള് ബാക്കി ജോലി ചെയ്തോളൂന്ന്.
അത് മതിയല്ലേ? നീ ആ താഴത്തെ കബോർഡിൽ ഇരിക്കുന്ന ഉണ്ണിയപ്പത്തിന് ഉരുളി എടുക്കാം. അത് വേണോ? ആ എടുക്കുമ്പോ മുഴുത്ത 2 പാത്രം കൊടുത്ത് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനാ. ആ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നീ എന്ത് ചെയ്യണ്ട പെണ്ണേ? അമ്മ അല്ല, ഞാനേ ഇങ്ങനെ ദേവിയുടെ ഒരു നാമം. അല്ലമ്മ, ഞാനേ ഈ വെറുതെ ദേവി മഹാത്മ്യം ഒന്ന് ചൊല്ലിയതാ. വെറുതെ ആരെങ്കിലും ദേവി മഹാത്മ്യം ചൊല്ലുവാടി? അല്ല, ഈ നാമം ജപിച്ചതാ അമ്മ. അല്ല, അമ്മക്ക് ഇപ്പൊ എന്തോ വേണം? എനിക്കാ? എനിക്ക് ഒന്നാമതും കടലപ്രഥമം വേണം. ഉണ്ടാക്കി തരുവോ? കടലപ്രഥമനാ? എന്ത് കേട്ടില്ലേ? അല്ല, ഈ നേരത്തോ? ഇതിനായിട്ട് കുറ്റണ്ടാടി ചട്ടു പോവോ? അല്ല പിന്നെ അല്ല അമ്മ, നീ പണ്ടെനിക്ക് നല്ല കടലപ്രഥമവും കൂട്ടുകറി അവിയലൊക്കെ ഉണ്ടാക്കി തരുവായിരുന്നല്ല ഒന്നാം തരം. ഉണ്ടാക്കൂലേ? അല്ല, എനിക്ക് വലിയ സന്തോഷം. ഇപ്പോഴെങ്കിലും എന്റെ അമ്മയൊന്നും സമ്മതിച്ചല്ല ഞാൻ നന്നായിട്ട് ഉണ്ടാക്കുന്നു. ഓ, പണ്ട് വായിക്ക് വെക്കാൻ കൊള്ളൂലെന്നും പറഞ്ഞ അമ്മ എന്നെ എന്തോരം വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ അമ്മ? ഓർമ്മയുണ്ട്. അത് തന്നെ. നിന്റെ മരുമോളെ അങ്ങനെയാണല്ലോ. വഴ വയ്ക്കോ? അത് വയ്ക്കൂലല്ലോ. അയ്യോ, ഞാൻ ആത്മാവായിട്ട് നടന്നപ്പോഴാണ് ഓർത്തത് എനിക്ക് നല്ലൊരു സദ്യയും ഒരു കടലപ്രഭവും വേണമെന്ന്. സദ്യ? ആ, സദ്യ ഉണ്ട്. കേട്ടില്ലേ? എനിക്ക് സദ്യ വേണം. പിന്നെ കടലപ്രഥമം ഡെരിയായിട്ട് എനിക്ക് വേണം. നല്ല കുറുക്കി കുറുക്കി ഉണ്ടാക്കണം, ശർക്കര ഒഴിച്ച്. കേട്ടോ? അല്ലമ്മ, പിന്നെ കടല കാണത്തില്ല. അട മതിയോ അമ്മ? അട പായസം. ഓ ഓ, അമ്മുമ്മ അതാര്? മുത്തുവാണ് അമ്മുമ്മ. എന്താ അടയില്ല. അട? അടയില്ല. അടയില്ലെങ്കിൽ അട വെക്കണം. അട വയ്ക്കാൻ മുട്ട വേണ്ടേ? എന്താ? അട വയ്ക്കാൻ മുട്ട വേണ്ടേ? ഇങ്ങ് വാ. മനസ്സിലായി. അല്ല, പായസം വെച്ച് കൊടുക്കാൻ കൊച്ചപ്പ. അങ്ങനെയെങ്കിലും കരച്ചത്തിനകത്തോട്ട് ക്യാരറ്റ് കൊടു കൊടു കൊടു. എന്താ കുഷിക്കുന്നത്? അല്ല, കള്ളപ്പായസം വെച്ച് സദ്യ തരാന് പറയായിരുന്നു ഞാൻ കൊച്ചമ്മ എടുത്ത്. സദ്യ വേണം. ഉഗ്ര സദ്യ. എവിടെ ഉണ്ടാക്കുന്ന സദ്യ. എല്ലാം ഉണ്ടാക്കി. പിന്നെ കടല പായസം നല്ല തരിട്ട് ഉണ്ടാക്കണം. കുറുക്ക് ശർക്കര ഇടണം. കേട്ടാ? ഓ, ഉണ്ടാക്കാം അമ്മ. ഇന്ന് എനിക്ക് വേണം. ഇന്ന് കുറെ വിന്നറുണ്ടായിരുന്നല്ലോ. അത് ആര്? അപ്പൊ അത് ഉച്ചക്ക് നമ്മുടെ ബേബിയും മോളും മരുമോനും ഒക്കെ കൂടെ വന്നത്. ബേബിയാ? അവൻ അച്ഛന് കുറെ 5-6 വർഷമായില്ല. അവന് ഞാൻ പലരോടും കാണാറുണ്ട്. ഞാൻ മിണ്ടാണൊന്നും പോവൂല. അവൻ നമുക്ക് പറ്റിയ ആളൊന്നും അല്ലെന്നാ. വലിയ മറ്റവനായി പോയി തന്നെ. അല്ലമ്മുമ്മ. അല്ലമ്മുമ്മയാ? അതെന്താ അല്ലമ്മുമ്മ? അല്ലമ്മുമ്മന്നല്ല, അല്ല അമ്മുമ്മേ. ഞാൻ ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ അല്ലമ്മുമ്മ, ഈ പരലോകത്തെ നമുക്ക് പരിചയത്തുള്ള ആൾക്കാരെ കാണൂ. പിന്നെ നിന്റെ അപ്പൂപ്പനെ കാണും ഞാൻ. നിന്നെ കൂട്ടൊന്നുമല്ല, നല്ല മനുഷ്യനാ തന്നെ. പിന്നെ എവിടാ അച്ഛനും അമ്മയും ഞാൻ കാണും. അത് എവിടെ കൂട്ടൊന്നുമല്ല. അയ്യോ, നല്ല ആൾക്കാരാ അവര്. ഇന്ത്യയും പറഞ്ഞൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാറുണ്ട് അവിടെ. അമ്മുമ്മ, ഈ നസീറിനെയും ജയനെയൊക്കെ കാണുമോ? ആരെ? ഓ, സിനിമാനാടാ. നസീറ്, ജയൻ, സോമൻ, സുകുമാരൻ, ശിവാജി എല്ലാരും ഞാൻ കാണും. അടിപൊളി. വാ നമുക്ക് വാ. വാടാ. ഒന്നും ചെയ്യല്ലേ. ഞാൻ കൊണ്ട് എന്നെ അടിക്കണുണ്ടടാ. അമ്മുമ്മ, ഞാൻ പോയി കടലപ്പായസം ഉണ്ടാക്കി സദ്യയൊക്കെ റെഡിയാക്കട്ടെ. കൂടുതൽ അടി വാങ്ങിക്കാതെ വേഗം ചെല്ലുന്നേ അങ്ങോട്ട്. പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ട് വാ. അമ്മ ഇപ്പൊ ഉണ്ടാക്കും കേട്ടോ. സുഖല്ലേ? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നമ്മ, ദൈവത്തിന് അനുഗ്രഹം കൊണ്ട്. മുട്ടയൊക്കെ മാറിയാ? മുട്ടുവേദന മുഴുവൻ മാറിയില്ല, അതാണ് ഇരിക്കുന്നില്ല. ഞാൻ അമ്മ വരുമ്പോ ഞാൻ എണീക്കൂലേ, പിടിച്ചെണീക്കണം. ഞാൻ നിന്നെ പേടിക്കണോ? വേണ്ട. കള്ളപ്പഴം ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വിളി. ഞാൻ വരാം. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. റെസ്റ്റ് എടുക്കണം. കാല് ടൈലോടാണ്. അയ്യോ,
എന്റെ പൊന്നെ, ഒരു കടലപ്രഥമനും ഇതേത് നേരത്തോ എത്തോ. ഉണ്ടാക്കാൻ വരും സഹായിച്ചോളൂ കേട്ടാ. ഒന്നൊക്കെ വന്നിരിക്കും. ഇപ്പഴാണ് കയറി പറഞ്ഞത്. സമയം എന്തായടാ? സമയം ഒരു 10-10:30 കാണും. 10:10 കാണും. മുട്ട എവിടെയാടാ? മുട്ടിയാ മുട്ടയല്ല മൂത്ത ലോഡ് ലോഡ്. അവിടെ ലോഡായിട്ട് വരണോ നിന്നെയൊക്കെ പോലെ? അല്ലല്ല, കമ്പനിയിൽ നിന്ന് ലോഡ് പോകേണ്ട ഫൈനൽ ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ ചേട്ടൻ. എങ്ങനെ ആവാൻ കാരണം നീ ഒറ്റ ഒട്ടാണ് കേട്ടാ. ശരി അമ്മച്ചി. ശരി അമ്മമ്മ. നീ എവിടെയാണോ കൂട്ട്? നീ എവിടെ കൂട്ടുകൂടാ നീ ഈ ഒരു കഴിവായത് കേട്ടാ. ചുഴലമാരുടെ കാര്യം പറഞ്ഞു തന്നാ. ചുഴലമാരുടെ കഥ പറഞ്ഞു തന്നാ. സുരഭിയാ? ചന്ദ്രമതി. എന്താണ് ചന്ദ്രമതി? അച്ഛമ്മ വിളിച്ചാ മതി. അച്ഛമ്മ. അച്ഛമ്മ അമ്മുമ്മേ. അമ്മമ്മ. നീയല്ലേ പറഞ്ഞു നിനക്ക് ആത്മാവിനെയും പ്രയത്നെയും ഒക്കെ കാണാൻ പറ്റുമെന്ന്. എന്താടാ കുഷ്ണ? അവനെ കാണാൻ പറ്റത്തില്ല. പിന്നെ പ്രയത്തെ കാണാം. ഒന്നുമില്ല അമ്മച്ചി. ഒറ്റക്കാട്ട് നാട്ടുകാരാ. ഓക്കെ നീ എന്താ നോക്ക്. എന്റെ മോണ്ടല്ലോ ചന്ദ്രേ, അവൻ കുടിക്കത്തില്ല നിന്നെ പോലെ. അറിയാമോ? കുടിക്കുകയില്ല വഴിക്കുകയില്ല. പക്ഷെ നീ അവനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഉണ്ടായത്. കുടിച്ചു മനസ്സിൽ നടക്കണവൻ. എടാ ഇങ്ങനെ പോയി കഴിഞ്ഞാലേ എവിടെ ചെന്ന് എത്തുന്നത് അറിയാമോടാ? ഇങ്ങനെ പോയാ അടുക്കള. എടുക്കണോടാ അഴക്കടക്ക. വീട്ടിൽ പോണ്ടേ? മൂത്രമൊഴിക്കണ കക്കൂസല്ലേ? പോടാത്ത് നോക്കിയിരിക്കേ. ചെലോ അല്ലടാ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ ഇങ്ങനെ പോയി കഴിഞ്ഞാ നീ എവിടെ നിട്ടോടാ? അറിയില്ല. മര്യാദക്കെങ്കിൽ മര്യാദക്ക് ആ പെണ്ണിനെ സഹായിച്ച് അവളെ കൂടെ നിന്നോണം. എത്ര പെണ്ണുണ്ടടാ? അവളെ ഒതുക്കാനാണ് നിന്റെ പരിപാടിയാണ്. എന്റെ മോനെ നടക്കൂല കേട്ടോ. ഞാനെന്നാ അങ്ങോട്ട്. എന്തായാലും നീ പറയണ കേട്ടിട്ട് മണിച്ചിത്രത്താഴ് സിനിമ കണ്ട പോലെ ഉണ്ട് അല്ലേ? തന്നെ കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു അമ്മ അവർക്കിട്ട് 2 കൊടുക്കണമെന്ന്. അതവരെ അമ്മായിയമ്മയുടെ ബാധയിൽ ഞങ്ങൾ തീർത്തു കൊടുത്തു. എനിക്കെന്തായാലും വിശ്വസിക്കാൻ പറ്റണില്ല. പാതിരാത്രിക്ക് അക്കനെ എഴുന്നേറ്റിട്ട് നിനക്ക് കടലപ്രഥമനും കൂട്ടി സദ്യ ഉണ്ടാക്കി തന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ഞാനില്ലല്ലോ, അമ്മായിയമ്മയല്ലേ. ഇതിലെനിക്കൊരു കാര്യം മനസ്സിലായി. പ്രതീക്ഷയുടെ അമ്മയ്ക്ക് അമ്മായിയമ്മ നല്ല പേടിയാണെന്നുള്ളത്. തന്നെ അല്ലോക്കളെ. അപ്പൊ നമ്മുടെ രശ്മി സുനിത അവിടെ ഇല്ലേ? അവളമാർക്ക് സംശയമൊന്നും തോന്നിയില്ലേ നിന്റെ പ്രകടനം കണ്ടിട്ട്? അവര് പേടിച്ച് ഓടി. ഇന്നലെ രാത്രി 2-ന് ഞാനേ എച്ചിൽ പാത്രം കഴിപ്പിച്ചു. തല്ല ചുരുക്കി പറഞ്ഞ ആ വീട് മുഴുവൻ നീ ശുദ്ധികലാശം നടത്തിയെന്ന് തന്നെ. അമ്മ നോക്കിക്കോ, മേനോ അങ്കിളും സുനിത ആന്റിയും ഇനി ചന്ദ്രാസത്തെ തമ്പടിച്ച് നിൽക്കൂല. വരും പോവും അത്രേ ഉള്ളൂ. എന്തായാലും ഇതില് പേടിച്ചിട്ടാണെങ്കിലും പ്രതീക്ഷ മോൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ജോലി അന്വേഷിച്ച് പോയല്ലോ. അതില് വലിയ സന്തോഷം. കൂട്ടുകാരി നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട്. പാവം അവൻ എന്ത് ചെയ്തിട്ടാണ്? അയ്യോ അമ്മ എന്താ പറഞ്ഞിട്ട് പറയുന്നത്? മനുവനാണ് പ്രതീക്ഷ അഴുക്ക വെള്ളങ്ങൾ വാങ്ങിച്ചു കൊടുക്കും തന്നെ. അല്ലെങ്കിൽ അവനൊന്നും കുടിക്കൂല. കുടിക്കൂല. എന്തായാലും സംഭവം കൊള്ളാം. കൊറേ നാളത്തേക്ക് അവര് മെക്കിട്ട് കയറാൻ വരൂല. അവിടെ ഇപ്പൊ എന്തിനായിട്ടുണ്ടാവും? ദൈവമേ എന്തായാലും ചന്ദ്രമതിയമ്മയുടെ ആത്മാവ് ഈ കലശത്തിൽ സുരക്ഷിതമായിരിക്കും. പിന്നെ സുഹാസിനമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ പായസവും സദ്യയും സന്തോഷത്തോടെ കഴിച്ചിട്ടാണ് ഈ കൂട്ടി കയറിയത്. കൂട്ടില്ല, അല്ല കുടത്ത് കയറ്റിയത്. എന്തൊക്കെ പറഞ്ഞാലും പന്തംകുളത്തിൽ പ്രകടനമൊന്നും വേണ്ടി വന്നില്ലല്ലോ കുടത്തിലോട്ട് കയറാനേ. ഇല്ല, പക്ഷേ
എനിക്ക് ഇതിനു വേണ്ടി ഒരുപാട് മന്ത്രങ്ങൾ ചിലവഴിക്കേണ്ടി വന്നു. ഇവിടെയുള്ള എല്ലാരും വിളിച്ചു വരുത്തി ഈ കലശത്തിൽ പൂവിട്ട് തൊഴുത് അങ്ങോട്ട് പോകാൻ പറയും. അല്ല എല്ലാരെയും വിളിച്ചു വരുത്താന്ന് പറഞ്ഞാ ഇവിടെ ഇപ്പൊ ഞാനും മുത്തും മാത്രമേ ഉള്ളൂ സ്വാമി. അയ്യോ വേറെ ആരും ഇല്ലേ? ഇല്ല, ബാക്കിയുള്ളവരൊക്കെ ഇവിടത്തെ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കിയപ്പം നേരം പരപരാന്ന് വെളുത്തപ്പോഴേ സ്ഥലം വിട്ടു. ആണാ? സത്യം അമ്മായിയമ്മ മുഖേന അങ്ങനെ കുറെ ഉപകാരം ഉണ്ടായി. അതെ അയ്യോ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പൊ ഒരു ശാന്തി സമാധാനം ഒക്കെ ഉണ്ടേ. സത്യം കൊച്ചമ്മ. അല്ല ഇനി അമ്മായിയമ്മയുടെ ബാധ ഉണ്ടാവൂ? ഇല്ല, എന്നാലും പറയാൻ പറ്റില്ല. ചിലപ്പോ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. അയ്യോ സ്വാമി എന്താ കാലാവസ്ഥ പ്രവചനം പറയുന്ന ആളോ? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന്. സ്വാമി എല്ലാം നോക്കണേ. അയ്യോ ഭഗവാനെ, എന്റെ അമ്മ ഉപദ്രവിക്കല്ലേ. അതെ. ഈശ്വരാ.